ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ യോഗി ടിയാറ, ബഹുമാനിയായ OICC റീജിയണൽ കമ്മിറ്റിയുടെ നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു കല്ലുവല, ദമാം റീജിയൻ പ്രസിഡന്റ് ശ്രീ കെ സലീം, സ്വാഗതം ആശംസിച്ച ബഹുമാനായ ശ്രീ ഗിരീൽ പള്ളാത്തുരുത്തി, നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീ അബ്ദുൽ ഹമീദ്, ഏറ്റവും പ്രിയനായ സഹോദരൻ ശ്രീ സിറാജ് പുറക്കാട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വിവിധ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രീ ഷിഹാബ്, നജീബ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിരവധി പേര്, എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും പ്രസിഡന്റുമാർ, OICCയുടെ വിവിധ ഘടകങ്ങളുടെ ഭാരവാഹികൾ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതിൽ തന്നെ OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വർണ്ണപ്പകിട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുക. അങ്ങേറ്റം അഭിമാനമുണ്ട് ഈ ഒരു പ്രവാസ ലോകത്തിനിടയിലും പ്രവാസ ജീവിതത്തിനിടയിലും അങ്ങേയറ്റം സാമൂഹ്യ പ്രതിബദ്ധതയോടും രാഷ്ട്രീയ പ്രതിബദ്ധതയോടും കൂടി ഇത്തരം മനോഹരമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന നിങ്ങളെ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മനോഹരമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും OICCയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് OICC ഘടകങ്ങൾ കോവിഡ് കാലഘട്ടത്തിലുമൊക്കെ ചെയ്ത സേവനങ്ങൾ, അത് എത്രയെത്ര ആളുകളെ സഹായിച്ചു എന്ന് പറയാൻ സാധിക്കാത്തവണ്ണം നിരവധി മനുഷ്യരെയാണ് സഹായിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പ്രിയപ്പെട്ട നജീബ് ഇവിടെയുണ്ട്, ജുബൈൽ ഏരിയ കമ്മിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം കായംകുളത്ത് വെച്ചൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കുടുംബത്തെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. വയറിലെ മസിൽസ് ഒക്കെ തന്നെ ദ്രവിച്ച് ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു അസുഖമാണ്. ഈ മനുഷ്യന്റെ ചികിത്സയ്ക്ക് വേണ്ടി 38 വയസ്സ് മാത്രമേ ഉള്ളൂ. വീടെല്ലാം തന്നെ പണയത്തിലാണ്. ജീവിക്കാൻ മാറിയുള്ള വയറ് ദ്രവിച്ചു പോയിട്ട് ഈ വയറ് ആന്തരാവയവങ്ങൾ പുറത്തു വന്ന് അത് വെച്ച് കെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇയാൾ ജീവിക്കുന്നത്. ഇത്ര ദയനീയമായ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇയാളെ കണ്ട ദിവസമാണ് ശ്രീ നജീബൊക്കെ അന്ന് ആലപ്പുഴയിലെത്തിയത്. ഞാൻ അവരോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ജുബൈൽ കമ്മിറ്റി ആ കുടുംബത്തിന് 50,000 രൂപ കൈമാറി എല്ലാ സന്തോഷത്തിലും ഞാനത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ പ്രവാസിക്കും നമ്മുടെ ഓരോ ഭാരവാഹിക്കും ഇത്തരം നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിലും അത്തരം സ്മരണകൾ നിരവധിയുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നത് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആവിഷ്കരിച്ച ഒരു വിഭാഗമാണ് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സമൂഹം. ഇപ്പൊ കേരളത്തെയൊക്കെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. കേരള മോഡൽ എന്ന് പറയാറുണ്ട്. പണ്ട് ഡോക്ടർ അമർത്യ സെന്നാണ്, നോബൽ സമ്മാന ജേതാവായിരുന്ന അമർത്യ സെന്നാണ് കേരള മോഡൽ എന്നൊരു മാതൃകയെ കുറിച്ചുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ സാമൂഹ്യ വികസന സൂചികകൾ, വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യമാകട്ടെ, ഈ സൂചികകളിലൊക്കെ തന്നെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുന്ന കിടപിടിക്കാവുന്ന ഒരു സ്ഥാനവും. സാമ്പത്തിക വളർച്ചയുള്ളതിന് സാമ്പത്തിക വളർച്ചയില്ല, പണം നമുക്ക് വികസിത രാഷ്ട്രങ്ങളോളം പണമില്ല. പക്ഷെ നമ്മുടെ സാമൂഹ്യ വികസന സൂചികകൾ വളരെ ഉയർന്ന സ്ഥാനത്തിലാണ്. ശിശുമരണ നിരക്ക് കുറവാണ്, സ്ത്രീകളുടെ പോപ്പുലേഷൻ കൂടുതലാണ്, പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ.
അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞത് അമർത്യാസൻ പറഞ്ഞത് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്നത് അർത്ഥശങ്കയ്ക്കില്ലാതെ പറയാൻ സാധിക്കുന്നത് പ്രവാസികളാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചത്. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തതും. പക്ഷെ പ്രവാസികളുടെ പങ്ക് നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബത്തെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് പ്രവാസികളാണ്. അപ്പൊ ഒരു നിരവധി തലമുറകൾ അങ്ങനെ കൈപിടിച്ചുയർത്തിയത് അവരുടെ ജീവിതം തന്നെ ബലി കൊടുത്തുകൊണ്ടാണ്. അവരുടെ ജീവിതം, നമ്മൾ സംസാരിക്കുന്ന ഓരോരുത്തർക്കും 3-4 പതിറ്റാണ്ടിന്റെ ജീവിതം ഈ ഒരു പ്രദേശത്ത് ചിലവഴിച്ചതിന്റെ ചരിത്രവും അതിന്റെ നിരവധി ഓർമ്മകളുള്ളവരായിരിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഒത്തിരി ആളുകൾ. ഞാനതൊന്നും പറയുന്നത് ഞാൻ വളരെ നന്ദിയോടുകൂടി കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്കും കേരളത്തിന്റെ പുരോഗതിക്കും നിർണായകമായ പങ്കുവഹിച്ച പ്രവാസി സമൂഹത്തെ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ വളരെ കൊച്ചുകുട്ടികളിവിടെയുണ്ട്. കൊച്ചുകുട്ടികൾ മാത്രമല്ല, ഈ ആൽഫ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 2010-നും 2024-നും ഇടയിൽ ജനിച്ച ഈ പുതിയ ജനറേഷനെ കുറിച്ച് പറയുന്നത് ആൽഫ ജനറേഷൻ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന നിരവധി പേർ ആൽഫ ജനറേഷനിൽപ്പെട്ട ആളുകളാണ്. അതായത് ഈ നമ്മൾ ഈ ടെലിവിഷൻ ടെഡ് ടോക്സ് കേൾക്കാറുണ്ട് അല്ലേ? ടെഡ് ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മികച്ച വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണങ്ങൾ നമ്മളിപ്പോ യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയ ഒന്നാണ് ടെഡ് ടോക്സ്. അപ്പൊ ഈ ടെഡ് ടോക്കിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ 18 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കില്ല. ഈ ടെഡ് ടോക്സ് എല്ലാം തന്നെ 6 മിനിറ്റ് 18 മിനിറ്റ് ചെറിയ ചെറിയ സംസാരങ്ങളാണ്. അപ്പൊ അതിന്റെ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മണിക്കൂറുകളോളം നീളുന്ന പ്രഭാഷണങ്ങളിൽ ഇന്ന് ആളുകൾക്ക് താല്പര്യമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യം പറഞ്ഞു കേൾക്കുക. അതിൽ തന്നെ ഏറ്റവും ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റുന്ന ഒരു സമയം 18 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പാടാണെന്നാണ്. ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലൊക്കെ തന്നെ ഇരിക്കുന്ന നമുക്കറിയാം 40 മിനിറ്റ് ആയിരുന്നു പഴയ ക്ലാസ്സുകൾ. 10-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ റിലേ പോകും. പിന്നെ സാറ് പറയുന്നതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ എനിക്കൊരു ആശങ്കയുണ്ട് യഥാർത്ഥത്തിൽ ഈ ആൽഫ ജനറേഷന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അധിക പ്രസംഗമാകുമോ എന്നൊരു ആശങ്കയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണത്തോടുകൂടി അല്പം ഒന്ന് നീണ്ടുപോയി കഴിഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അത്ര ഒരു ജാമ്യാപേക്ഷ എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം അധികം സംസാരിക്കുന്നതിനോട് അധികം താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്നത്തെ ഒരു യോഗത്തിൽ ഓയിസിന്റെ യോഗത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന് ഒരാശയമുണ്ട്. ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയം. ആ ആശയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ആധുനിക ജനാധിപത്യ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആശയം. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു രാഷ്ട്രസങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അവരെ കരുതിയിരുന്നത് ഇന്ത്യയെ ഭരിക്കുക എന്നത് അവരിൽ കിട്ടിയ ദൈവദത്തമായ അവകാശമാണെന്ന് അവർ കരുതി. അവരെ കരുതിയിരുന്നത് നമ്മുടെ ആളുകൾ, നമ്മുടെ ഇന്ത്യക്കാരെന്നൊക്കെ പറയുന്ന അപരിഷ്കൃതരായ ആളുകളാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രത്തെ അവര് ഭരിച്ച് നന്നാക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ചിന്ത. പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന ഭയങ്കര ലൂട്ടിങ്ങാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരു രാഷ്ട്രമായിരുന്നു നമ്മുടെ രാഷ്ട്രം. ലോക GDP-യിൽ തന്നെ വളരെ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ അവർ കൊള്ളയടിച്ചു. നമ്മുടെ വിദ്യാഭ്യാസത്തെ അവര് നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്കാർക്ക് തന്നെ ഒരു അധമബോധം അവർ ഉണ്ടാക്കി കൊടുത്തു. അവര് ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശക്കാരാണെന്ന രീതിയിൽ നമ്മളെക്കുറിച്ച് അവർ ചിത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ബോധ്യമാണ് നമ്മളൊരു മഹത്തായ രാഷ്ട്രമാണ്, നമ്മളൊരു ജനതയാണ്. ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഒരു ജനതയാണ് നമ്മൾ. അപ്പൊ ആ ജനത ഒരു രാജ്യം സ്വപ്നം കണ്ടു. ഭാവി ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടി നമ്മളൊരു രാജ്യം ഉണ്ടാകും. ആ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. അതൊരു ജനാധിപത്യ രാജ്യമായിരുന്നു. അത് എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള ഒരു മതേതര രാഷ്ട്രമായിരുന്നു. അത് ലോകത്തിനെ തന്നെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ കൺസിഡർ ചെയ്യുന്ന ഒരു രാഷ്ട്രമായിരിക്കും. അപ്പൊ ഒരു രാഷ്ട്ര സങ്കല്പം എന്നൊക്കെ നമ്മൾ ഉണ്ടായത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രം പാർട്ടി ഉണ്ടാക്കി നമ്മൾ ചിന്തിച്ചതാണ് നമുക്ക് ഭാവിയിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും.
ആ സ്വാതന്ത്ര്യം കിട്ടുന്ന രാഷ്ട്രം ഒരു മഹത്തായ രാഷ്ട്രമായിരുന്നു. ബ്രിട്ടീഷുകാരൻ അപ്പൊ അത്തരം ഒരു രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ചിന്തിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യത്തിനോടുള്ള ഭരണഘടനയെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചു. ഇപ്പൊ ബ്രിട്ടീഷുകാർ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടും, നിങ്ങൾക്ക് ഭാവിയിൽ ഭരണഘടനയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, അത് ഞങ്ങൾ ഇതിൽ തരാം, കാരണം ഞങ്ങളാണ് ഒരു വരേണ്യവർഗം, ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, അല്ല നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഇന്ത്യക്കാരൻ 1920-കളിൽ തന്നെ ബ്രിട്ടീഷുകാരൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ അന്ന് നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ ഭാവിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി ഉണ്ടാക്കുന്നതായിരിക്കില്ല, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനുവേണ്ടി കോൺഗ്രസ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അന്നത്തെ മോട്ടിലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി, ഒരു നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഭരണഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു മോഡൽ ഭരണഘടന സൃഷ്ടിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കി. ആ ഭരണഘടനയുടെ മോട്ടിലാൽ നെഹ്റു അധ്യക്ഷനായ കമ്മിറ്റിയിലെ വിവിധ അംഗങ്ങളുണ്ടായിരുന്നു. അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ സെക്രട്ടറി. അപ്പൊ ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടിൽ തന്നെ 1927 ആ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ എഴുതി വെച്ചു, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഒരു മതേതര രാഷ്ട്രമായിരിക്കും, അതൊരു ജനാധിപത്യ രാജ്യമായിരിക്കും, ജനങ്ങളായിരിക്കും അതിന്റെ തീരുമാനമെടുക്കാൻ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടു. ബ്രിട്ടീഷുകാർ തന്നെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നവർ പറഞ്ഞു. പിന്നീട് നമ്മൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരവധി AICC സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഈ പ്രമേയം വീണ്ടും വീണ്ടും പാസ്സാക്കി. നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു, ഭാവിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു രാഷ്ട്രമായിരിക്കും, എല്ലാവരെയും ഒരുപോലെ കാണുന്ന രാഷ്ട്രമായിരിക്കുമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ അസംബ്ലി ഉണ്ടാക്കി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലേ. ഈ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി ഉണ്ടാക്കിയപ്പോഴും ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരി തന്നെ, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് ഭരണഘടന എഴുതി തരാൻ വേണ്ടി ഞങ്ങളുടെ ഭരണഘടനാ വിദഗ്ധരെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഞങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോഴും കോൺഗ്രസ് പറഞ്ഞു, വേണ്ട, ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി ഉണ്ടാക്കിക്കോളാം, ഞങ്ങളൊരു രാജ്യം എന്ന നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിരിക്കും ഉണ്ടാക്കുന്നത് പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ അസംബ്ലി ഉണ്ടാക്കി. ഈ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി 2 വർഷം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, 2 വർഷം 11 മാസം 17 ദിവസം ഇത്രയും നാളെ നീണ്ടു നിന്നൊരു പ്രോസസ്സിലൂടെയാണ് വിവിധ ചർച്ചകൾ, വിയോജിപ്പുകൾ, യോജിപ്പുകൾ, ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ എഴുതിയുണ്ടാക്കി. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായതുകൊണ്ട് നമ്മളൊരു മഹത്തായ രാഷ്ട്രത്തെ കുറിച്ചൊരു സങ്കല്പം എഴുതി വെച്ചു. നമ്മൾ ആ ഭരണഘടന നമ്മൾ സ്വീകരിച്ചു, ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ പ്രോസസ്സിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ആലോചന തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 300-ൽ പരം അംഗങ്ങളുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ അസംബ്ലി ഉണ്ടാക്കി. ആ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും ചർച്ച ചെയ്തിട്ടാണ് നമ്മളൊരു രാഷ്ട്രസങ്കല്പം ഉണ്ടാക്കി വെച്ചത്. അതിന്റെ ആമുഖം തന്നെ തുടങ്ങുന്ന ബി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ, ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രാഷ്ട്രം തുടങ്ങുന്നത്. അല്ലാതെ ഏതെങ്കിലും മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണോ, ഏതെങ്കിലും മതത്തിനെ സൂചിപ്പിച്ചാണോ തുടങ്ങുന്നത്? അല്ല, ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ എഴുതി വെച്ചു, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മളൊരു മതേതര രാഷ്ട്രമാണ്, നമ്മളൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്, നമ്മളൊരു പരമാധികാര രാഷ്ട്രമാണ്. ഞാനിതെടുത്ത് ഈ വാക്കുകൾ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി എടുത്ത വരികൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഇങ്ങനെയുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറ്റുവാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇവിടെ ഇരിക്കുന്ന എല്ലാ തലമുറയും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രമായ, എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള ഒരു പരമാധികാര രാഷ്ട്രമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറ്റി ഇതിനൊരു വർഗീയ രാഷ്ട്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലെജിസ്ലേച്ചർ, അല്ലേ, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ഇത് മൂന്നും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചും പറയാറുണ്ട്. 4ാമത്തെ പ്രധാനപ്പെട്ട ടൂൾ മാധ്യമങ്ങളാണ്.
ഈ 4 കാര്യങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒന്ന്, ഞാൻ രാജ്യത്തിന്റെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും ഉള്ള നിയമസഭകളും അതോടൊപ്പം തന്നെ പാർലമെന്റുമാണ്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഈ പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ച് പറയുന്ന ഒരു തത്വമുണ്ട്. ഒരു രാജ്യത്ത് നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ പാർലമെന്റിൽ വലിയ ചർച്ചകൾ നടക്കും. പണ്ട് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. എല്ലാം കോൺഗ്രസ് അധികരിക്കുന്നത്. എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ പാർലമെന്റിൽ മതിയായ സീറ്റുകളില്ലായിരുന്നിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലിനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ചു. അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്നു AK ഗോപാലൻ. നെഹ്റു AK ഗോപാലൻ സംസാരിക്കാൻ എഴുതുമ്പോൾ ജവഹർലാൽ നെഹ്റു ഏറ്റവും ബഹുമാനം AK ഗോപാലിന് കൊടുത്തു. അന്നത്തെ പാർലമെന്റിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. ശ്യാമപ്രസാദ് മുഖർജി സംസാരിക്കാൻ നിൽക്കുമ്പോൾ നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിക്ക് ഏറ്റവും ബഹുമാനം കൊടുത്തു. ഇതിൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ അദ്ദേഹത്തോട് പറയും സംസാരിക്കണം. ശ്യാമപ്രസാദ് മുഖർജിയും നെഹ്റുവും തമ്മിലുള്ള ചർച്ചകൾ പാർലമെന്ററി ഡിബേറ്റ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളാണ്. ഹിന്ദുത്വ ആശയങ്ങൾ ശ്യാമപ്രസാദ് മുഖർജി മുന്നോട്ട് വെക്കുമ്പോൾ, ഒരു മതരാഷ്ട്രത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ലോക ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന അടുത്ത 10ാം വർഷത്തിലേക്ക് കടന്നുപോവുകയാണ്. സമീപകാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്തുണ്ടായി. ഇന്ത്യൻ പീനൽ കോഡ്, വർഷങ്ങളായി നിലവിലിരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിനെ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ, നമ്മുടെ രാജ്യത്തിലെ ക്രിമിനൽ നടപടി നിയമം പുതുക്കി പണിയാൻ തീരുമാനിച്ചു. 18ഓളം പുതിയ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് പാർലമെന്റ് പാസാക്കി. ഇത് പാസാക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പ്രതിപക്ഷമില്ലായിരുന്നു. പ്രതിപക്ഷം മുഴുവൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം സസ്പെൻഡ് ചെയ്യപ്പെട്ടത്? ഇന്ത്യൻ പാർലമെന്റിൽ സമീപകാലത്ത് ഒരു അക്രമം ഉണ്ടായി, ഇല്ലേ? പുതിയ പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഒരു കൂട്ടം ആളുകൾ ഈ നേരെ പ്രസ് ഗ്യാലറിയിൽ നിന്ന് നേരെ താഴേക്ക് ചാടി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് സ്മോക്ക് ബോംബ് എറിഞ്ഞു. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് അറിയാതെ മുഴുവൻ ആളുകളും ഞെട്ടിത്തെറിച്ചു. ഇന്ത്യൻ പാർലമെന്റ് മുമ്പ് ആക്രമിക്കപ്പെട്ടതിന്റെ വാർഷിക ദിവസത്തിലാണ് ഈ അക്രമം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു BJP MPയുടെ പാസിന്മേലാണ് ഈ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചവർ, സ്മോക്ക് ബോംബ് എറിഞ്ഞവർ പാർലമെന്റിനകത്ത് പ്രവേശനം നടത്തി കയറി. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇതിനെക്കുറിച്ച്, ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ പ്രധാനമന്ത്രി സംസാരിക്കണ്ടേ? ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ അക്രമം നടത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? പ്രധാനമന്ത്രി സംസാരിക്കേണ്ട തയ്യാറായില്ല. പ്രധാനമന്ത്രി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയ 146 പ്രതിപക്ഷ MPമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് MPമാര് പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമങ്ങൾ പാസാക്കണം. എന്താണ് നിയമം, ഇതിന്റെ ഗുണമെന്ത്, ദോഷമെന്ത്, എന്ത് ഭേദഗതിയാണ് നടത്തിയതിനെ കുറിച്ച് രാജ്യത്തിന് അറിയില്ല. എന്താണ് ഇന്ത്യൻ പീനൽ കോഡിൽ നടത്തിയ മാറ്റങ്ങളുടെ ദോഷമെന്ത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നടത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അതെന്ത് ദോഷമുണ്ടാക്കും, ഇന്ത്യയുടെ ഭാവി അതെങ്ങനെ ബാധിക്കും? ചർച്ച നടന്നാലെങ്കിലേ രാജ്യം അറിയുകയുള്ളൂ. ചർച്ച നടത്താനുള്ള അവകാശം നിഷേധിക്കാൻ വേണ്ടി ഏകപക്ഷീയമായി നമ്മുടെ പ്രതിപക്ഷ MPമാരെ ഇന്ത്യൻ പാർലമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ പ്രണബ് മുഖർജിയുടെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൽ പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ച് പറയും. പാർലമെന്റ് എങ്ങനെയായിരിക്കണം എന്ന് ചോദ്യം അദ്ദേഹം പറഞ്ഞത് ഡിസ്കഷൻ, ഡിബേറ്റ്, ഡിസെന്റ് ആൻഡ് ഡിസിഷൻ. ഇങ്ങനെയായിരിക്കണം പാർലമെന്റ്. ചർച്ച നടക്കണം, അതിനുള്ള ഡിബേറ്റ് ഉണ്ടാവണം, സംവാദങ്ങൾ ഉണ്ടാവണം, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, ഡിസെന്റ് ആണ് എന്നൊരു തീരുമാനത്തിലേക്ക് വരണം. ഇതാണ് പാർലമെന്ററി പ്രൊസീജിയർ. ഇന്ത്യൻ പാർലമെന്റിൽ ഇങ്ങനെ ഏർപ്പാടേ ഇല്ല. ഇപ്പൊ 146 പേരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സംഭവിക്കുന്നത് എന്താ? പാർലമെന്റിൽ നേരെ ബില്ല് അവതരിപ്പിക്കും. മുൻപൊക്കെ ആണെങ്കിൽ നിയമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കോപ്പി പ്രതിപക്ഷത്തിന് കൊടുക്കണം.
അവരതിനെ കുറിച്ച് പഠിച്ചു വന്നിട്ട് ചർച്ച ചെയ്യും. ഇപ്പൊ അങ്ങനെ ഒരു ധൈര്യമേ ഇല്ല. ബില്ല് നേരെ വന്ന് മന്ത്രിമാർ അവതരിപ്പിക്കും, അതിന്റെ മേൽ പ്രതിപക്ഷം ചർച്ച ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പോൾ ഭരണപക്ഷം തന്നെ ബഹളം വെക്കും, സംസാരിക്കും, ബഹളമാകും, പാർലമെന്റ് പിരിച്ചുവിടും, ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുന്ന ഒരവസ്ഥ. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ചർച്ചയുടെ സംവാദത്തിന്റെ വേദി എന്നതിനപ്പുറത്ത് ഭരിക്കുന്ന കക്ഷിക്കെന്ന് തോന്നുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന ഒരു സംവിധാനമായി മാറി. ഇവിടെ ഡിസ്കഷൻ ഇല്ലാതെയായി, ഇവിടെ ഡിബേറ്റ് ഇല്ലാതെയായി, ഇവിടെ ഡിസന്റ് ഇല്ലാതെയായി, ഡിസിഷൻസ് മാത്രം. ഇത്തരത്തിലാണ് നമ്മുടെ പാർലമെന്റിന്റെ ഒരു സ്ഥിതി. ഒരു ജനാധിപത്യ വേദിയാക്കി മാറ്റാൻ നമുക്ക് താല്പര്യമില്ല. എതിരായി സംസാരിക്കുന്ന ആളുകളെ അവരെ മതം പറഞ്ഞു പോലും ഇന്ത്യയിൽ ആക്ഷേപിക്കപ്പെടും. ഇപ്പൊ നമുക്കറിയാം, ഡാനിഷ് അലി എന്ന് പേരായ BSP MP, ഡാനിഷ് അലി എന്ന് പറയുന്ന BSP MP സംസാരിച്ചപ്പോൾ പാർലമെന്റിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചപ്പോ അപ്പുറത്തു നിന്നും BJPയുടെ MP എഴുന്നേറ്റ് നിന്ന് അയാളുടെ മതം പറഞ്ഞാൽ ആക്ഷേപിച്ചു. അടിക്കുന്നവരെ ഈ പണ്ട് നമ്മൾ പഴയകാലത്ത് ഗുണ്ടകൾ പറയുന്ന പോലെ പുറത്തിറങ്ങി വന്ന് നിന്നെ അടിക്കും എന്ന് പരസ്യമായി പറയുകയാണ്. ഒരു സസ്പെൻഷനും ഇല്ല, ഒരു സസ്പെൻഷനും ഇല്ല. ഡാനിഷ് അലി സംസാരിച്ചപ്പോൾ ഡാനിഷ് അലിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് പിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുന്ന ഒരു സ്ഥിതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിന്റെ നിലവിലവസ്ഥയെ കുറിച്ചാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തൂണായിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചകളില്ലാതെയാകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഒരു തരത്തിലുള്ള സംവാദങ്ങളില്ല, ചർച്ചകളും സംവാദങ്ങളും ഇല്ലാതെ നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ മോഡി എന്ന് ഡെസ്കിലടിച്ച് പിന്നെ മോഡിയെ പുകഴ്ത്തുന്ന സൈക്കോഫെൻസിന്റെ പാദസേവകരുടെ ഒരു സംഘമായി ഇന്ത്യൻ പാർലമെന്റ് അതപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടേണ്ടി, നമ്മൾ ആശങ്കപ്പെടണം. കാരണം ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സംവാദങ്ങളും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന്റെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ഞാൻ ലെജിസ്ലേച്ചറിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ജുഡീഷ്യറിയെ കുറിച്ചാണ് ചിന്തിക്കുക. നമുക്കറിയാം, നമുക്ക് ഇന്നും പ്രതീക്ഷ നൽകുന്ന ഒന്ന് ജുഡീഷ്യറിയാണ്, ഒരു സംശയമാക്കാനും വേണ്ട. അപ്പൊ ബിൽക്കിസ് ബാനുവിന് നേരെ നടന്ന അക്രമം നമുക്കറിയാം. ഗുജറാത്ത് കലാപത്തിന്റെ കാലഘട്ടത്തിൽ 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പെൺകുട്ടിയെ, ഭർത്തൃമതിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൂട്ടബലാത്സംഗത്തിന് വിധേയമാണ്. അവരുടെ ഗർഭസ്ഥയിലുണ്ടായിരുന്ന 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇല്ലാതെയാക്കി. 3 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ പെൺകുഞ്ഞിനെ നിലത്തടിച്ച് കൊലപ്പെടുത്തി. അവരെ അവരുടെ ബന്ധുക്കളെ 8ഓളം ബന്ധുക്കളെ കൊന്നുകളഞ്ഞു. ഈ ആക്രമിച്ചവരൊന്നും തന്നെ ദൂരെയുള്ളവരല്ല, തൊട്ടടുത്തുള്ളവരാണ്. ഒരു വീടിന് ചുറ്റും താമസിച്ചിരുന്ന ആളുകളാണ് വർഗീയത മനസ്സിൽ പിടിച്ച് അതിക്രൂരമായി ഈ ഒരു സഹോദരിയെ ആക്രമിക്കുകയും അവർക്ക് നേരെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. ബിൽക്കിസ് ബാനു കേസിൽ നീതിന്യായ പീഠം അല്ലെങ്കിൽ നീതിയുടെ ഒരു വലിയ പോരാട്ടം വർഷങ്ങളോളം നടന്നു. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഗുജറാത്ത് ഭരിച്ചിരുന്ന BJP ഭരണകൂടം എല്ലാ ശ്രമവും നടത്തി. എന്നിട്ടും നീതിപീഠം അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷിച്ചാൽ ജീവിതകാലം ജയിലിൽ കിടക്കാനാണ് നടക്കുന്നത്. പക്ഷേ BJP ഗവൺമെന്റ്, ഗുജറാത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ഈ പ്രതികൾക്ക് 14ാമത്തെ വർഷമായപ്പോൾ അവരെ വെറുതെ വിട്ടു. അവരെ ജയിലിൽ നിന്ന് പുറത്താക്കി, മോചിപ്പിച്ചു. സാധാരണഗതിയിൽ ഇത്തരം ആളുകൾക്ക് മോചനം നൽകുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്നവർ, 8ഓളം മനുഷ്യരെ കൊന്നുകളഞ്ഞത്, തൊട്ടടുത്തുള്ള ഒരു സഹോദരിയെ കൂട്ടമാനഭംഗം ചെയ്ത നരാധമന്മാരെ നമ്മൾ ആ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഇവിടെ കാണുന്നത് ഈ പുറത്തിറങ്ങി വന്നവർക്ക് സ്വീകരണം കൊടുക്കുന്നത്, BJPയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബിൽക്കിസ് ബാനു ആക്രമിച്ച ആളുകളെ ആദരിക്കുകയും അവർക്ക് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോടതി നടത്തിയ പരാമർശം. അവർ ഉന്നത കുലജാതരാണ്, അവർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോടതിയുടെ പരാമർശം നടത്തിയത്. അവർ പുറത്താക്കപ്പെട്ടു, അവര് സ്വതന്ത്രരാണ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി, DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിരിക്കുന്ന ഇന്ത്യൻ സുപ്രീം കോടതി ആ ശിക്ഷാവിധി താൽക്കാലികമായിട്ടെങ്കിലും ആ പുറത്തുവിടുന്ന പരിപാടിയെ പിൻവലിച്ചു. അവർ പറഞ്ഞു ഗുജറാത്ത് ഗവൺമെന്റ് അതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് ഈ കുറ്റവാളികളെ വീണ്ടും ജയിലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിച്ചു. ഇതൊരു ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഒരു രജതരേഖയാണ്. നീതി അല്പമെങ്കിലും കിട്ടുമെന്ന് നാം വിശ്വസിക്കുന്ന ഒരു ഘടകമാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. സുപ്രീം കോടതി എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ഇപ്പോഴും കൊള്ളാവുന്ന ജഡ്ജിമാർ അവശേഷിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശുഭസൂചനകളെ കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ ലോവർ ജുഡീഷ്യറിയുടെ സ്ഥിതി അതല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ്, രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടു.
ലളിത് മോഡിയെയും നരേന്ദ്രമോദിയെയും നീരവ് മോഡിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്പീച്ച്, ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം അപകീർത്തി കേസ് അദ്ദേഹത്തെ 2 വർഷത്തേക്ക് ശിക്ഷിച്ചു. മാക്സിമം പണിഷ്മെന്റ് കൊടുത്തതിനാണെന്ന് അറിയാമോ? 2 വർഷം ശിക്ഷിച്ചു കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് അയോഗ്യനാണ്. അതിന് 1 വർഷവും 11 മാസവും 25 ദിവസമേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 21 ദിവസമേ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാവില്ല. 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ 6 വർഷത്തേക്ക് മത്സരിക്കാതിരിക്കാൻ സാധിക്കൂ. ഒരു ലോവർ കോർട്ട് അദ്ദേഹത്തെ കൃത്യമായ അപകീർത്തി കേസിൽ 2 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഗുജറാത്തിലെ ഒരു കോടതി. നമ്മൾ അപ്പീല് പോകുമ്പോൾ തീരുമാനമുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരാൾക്ക് പോലും ഡിഫമേഷൻ കേസ് ഇത്തരം ശിക്ഷ കിട്ടിയില്ല. അപ്പീൽ കേസ് പരിഗണിക്കുന്ന ജില്ലാ ജഡ്ജ് ആരാണ്? ഗുജറാത്ത് കലാപമുണ്ടായപ്പോൾ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മായ കോട്നാനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ജില്ലാ ജഡ്ജായിട്ട് വന്നത്. അവിടെയും അതേ ശിക്ഷ. അപ്പൊ ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് എത്തി. ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ കേസ് വാദിക്കാൻ വരുന്ന ആരാണ്? ജഡ്ജായി വരുന്ന ആരാണ്? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായ്ക്ക് വേണ്ടി തുളസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായ്ക്ക് വേണ്ടി ഹാജരായ വക്കീലാണ് ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടിരിക്കുന്നത്. അവിടെയും രാഹുൽ ഗാന്ധിയെ എത്ര വർഷം ശിക്ഷിച്ചു? 2 വർഷം ശിക്ഷിച്ചു. 2 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം മത്സരിക്കാതിരിക്കാൻ അയോഗ്യത കൽപ്പിച്ചു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ 2014 ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്ന സമയത്ത് രൂപീകരിക്കപ്പെട്ട സുപ്രീം കോടതി കൊളീജിയം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഗുണമേന്മയുള്ള നീതിബോധവുമുള്ള ഒരു ജഡ്ജിമാരുടെ തലമുറ ഇന്നും സുപ്രീം കോടതിയിൽ ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ശിക്ഷ സ്റ്റേ ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് കോടതി ലോവർ കോടതികളിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പണ്ട് BJP നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അരുൺ ജെയ്റ്റ്ലി പ്രസംഗം ചോദിച്ചു പറഞ്ഞു, ഏറ്റവും ഇന്ത്യൻ ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ്സ് ബൈ പോസ്റ്റിംഗ്സ് ബൈ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രഞ്ജൻ ഗൊഗോയ്. രഞ്ജൻ ഗൊഗോയ് നിർണായകമായ പല കേസുകളിലും വിധി പ്രഖ്യാപനം നടത്തി 6 മാസം കഴിഞ്ഞപ്പോൾ BJPയുടെ രാജ്യസഭാംഗമായിട്ട് നോമിനേറ്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്ന ആളാണ്. ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ആൾ വിരമിച്ചു കഴിഞ്ഞ 6-ാം മാസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാജ്യസഭാംഗമായിട്ട് മാറുകയാണ്. അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് മുഹമ്മദ് നസീർ, അയോധ്യ കേസിൽ നിലവിലുള്ള രാമജന്മഭൂമി ട്രസ്റ്റ് അനുകൂലമായി വിധി പ്രഖ്യാപിച്ച ആ ബെഞ്ചിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് നസീർ പിന്നീട് നിയമിതനാവുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ടാണ്. കേരളത്തിന്റെ ഗവർണറായിട്ട് വന്നത് മുൻ ചീഫ് ജസ്റ്റിസ് സദാശിവം. ഇങ്ങനെ നിരവധി അപ്പോയിന്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിമാരിൽ പലരും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ നീതി നമ്മുടെ നാട്ടിൽ നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഹിഡൻബർഗ് റിപ്പോർട്ട്. ഗൗതം അദാനി എന്ന് പറയുന്ന ഗുജറാത്തിയായ വ്യവസായി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നേടിയെടുത്ത കൃത്രിമമായ വളർച്ച, കോടാനുകോടി രൂപയുടെ നിക്ഷേപങ്ങൾ, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻതോതിൽ വിലയ്ക്ക് വാങ്ങിയെടുത്ത് ചുടുവിലയ്ക്ക് വാങ്ങിയെടുത്ത് ഉണ്ടാക്കിയ വലിയ സ്വത്ത്, അയാളുടെ പേരിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്ന ഷെൽ കമ്പനികൾ, വ്യാജ കമ്പനികൾ, ആ വ്യാജ കമ്പനിയിൽ നിക്ഷേപിക്കപ്പെടുന്ന 10,000 കോടി രൂപ ആരെ ആ പണം നൽകുന്നു പറയാൻ പറ്റുന്ന നിക്ഷേപങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഹിഡൻബർഗ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഹിഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് നടത്തിയ ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങേറ്റം ആശങ്കയോ അതിന്റെ മെറിറ്റിലേക്ക് ചർച്ചയേ ഇല്ല. ഏകപക്ഷീയമായി ഗൗതം അദാനിയെ കുറ്റമുക്തനാക്കി തരത്തിലുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുന്നൂറായിരിക്കുന്നിടത്ത് പോലും അനാവശ്യമായ സ്വാധീനങ്ങൾ ഭരണകക്ഷിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഗുരുതരമായ ഭീഷണി നേരിടുന്നവർക്ക് സംശയമുണ്ട്. മൂന്നാമത്തെ തൂണായിരിക്കുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എക്സിക്യൂട്ടീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണ്ടേ? സമീപകാലത്ത് ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണം നടന്നു എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ബോഡി. അതിനകത്ത് പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മൂന്നാമത്തെ പ്രതിനിധി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് അതിനകത്ത് പ്രതിനിധിയായിരിക്കുന്നത്. പറഞ്ഞാൽ
പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയമുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയമുണ്ട്. ഇവിടെ ചീഫ് ജസ്റ്റിസ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിഷ്പക്ഷനായ ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ് ചീഫ് ജസ്റ്റിസിനെ അതിനെ ആ പദവി നിയമിക്കുന്നതിന്റെ അടിസ്ഥാനം. ഇവിടെ ഇപ്പൊ നിയമനിർമ്മാണം നടത്തിയിട്ട് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു കേന്ദ്രമന്ത്രിക്ക് അതിനെ പ്രതിനിധിയായിട്ടിരിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമാകുന്നു. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ നിഷ്പക്ഷമല്ലാത്ത ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഭരണകക്ഷിയുടെ വീടുകളിൽ നേതാക്കന്മാരുടെ വീട്ടിൽ റെയ്ഡില്ല. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡി കെ ശിവകുമാറിന്റെ വീട് റെഡി ചെയ്യും, സിദ്ധരാമയ്യയുടെ വീട് റെഡി ചെയ്യും. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അശോക് ഗെഹ്ലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും കോൺഗ്രസ് മന്ത്രിമാരുടെയും വീടുകളിൽ റെയ്ഡ്. മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗിന്റെയും കമൽനാഥിന്റെയും വീടുകളിൽ റെയ്ഡ്. ഒരു ബി ജെ പി നേതാവിന്റെയും വീട്ടിൽ റെയ്ഡില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനകളില്ല. ഇവിഎമ്മിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമുക്കറിയാം അങ്ങേയറ്റം സംശയമുണ്ടാക്കുന്ന ഒന്നാണ്. അതിന്റെ സംശയം ലോകത്തിലെ പ്രമുഖമായ ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ വോട്ടിംഗ് മെഷീൻ അല്ല തെരഞ്ഞെടുപ്പ് അല്ല, ആയിരുന്നു അവർ നിർത്തി ബാലറ്റിലേക്ക് മടങ്ങി വന്നു. ജപ്പാൻ പോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയുള്ള രാജ്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവർ പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് വലിയ സംശയങ്ങളുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളത് പൂർണ്ണമായ തലങ്ങളായിരുന്നു ലാഭമായിട്ട് ശരിയല്ല, പക്ഷേ വലിയ സംശയങ്ങളുണ്ട്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ നിരവധി പരാതികൾ നൽകി. ഒറ്റയൊരെണ്ണത്തിന് സംസാരിക്കാൻ പോലൊരു സിറ്റിംഗിന് പോലും കോൺഗ്രസിന് ഇലക്ഷൻ കമ്മീഷൻ വിളിക്കുന്നില്ല. സാം പിട്രോഡെ എന്ന് പറയുന്ന ലോകപ്രശസ്തരായ, നമുക്കറിയാം ഇന്ത്യയെ സാങ്കേതിക വിപ്ലവത്തിലേക്ക് നയിച്ച രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് സത്യനാരായൺ പിട്രോഡെ എന്ന് പറയുന്ന സാം പിട്രോഡെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം അമേരിക്കയിൽ സെറ്റിലായ ലോകത്തിൽ നിരവധി പേറ്റന്റുകൾ സ്വന്തമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ്. ₹100 ശമ്പളത്തിലാണ് സാം പിട്രോഡ ഇന്ത്യയിലേക്ക് വരുന്നത്. STD ബൂത്തുകളിലൂടെ തുടങ്ങിയ ആ ഒരു സാങ്കേതിക വിപ്ലവം ഇന്ത്യയിൽ എത്തിച്ചിരിക്കുക എവിടെയാണ് നമുക്കറിയാം. അപ്പൊ ഇന്ത്യൻ സാങ്കേതിക വിപ്ലവത്തിന്റെ പിതാവാണ് സാം പിട്രോഡ. ഈ സാം പിട്രോഡ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കാര്യത്തിൽ എനിക്കിത് പരിശോധിക്കാൻ ആവശ്യം തന്നാൽ ഇതിന്റെ കള്ളത്തരം ഞാൻ പുറത്താക്കാം. സാം പിട്രോഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം നിരവധി തവണ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള കൃത്രിമങ്ങളെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. കോൺഗ്രസിനെ ഒരു സിറ്റിംഗിന് പോലും വിളിക്കാത്ത ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനുകൾ പോലും എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഭരണകക്ഷിയുടെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ്. CBI ഡയറക്ടറെ അർദ്ധരാത്രിയിലെ പുറത്താക്കി അല്ലേ? രാജ്യത്തിന്റെ അടുത്ത് കേട്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നിലപാടെടുത്ത CBIയുടെ ഡയറക്ടർ അർദ്ധരാത്രി ഒരു സംഘം ഇരച്ചു കയറി CBI ഡയറക്ടറുടെ ഓഫീസ് സീൽ ചെയ്ത് അദ്ദേഹത്തെ പിടിച്ച് പുറത്ത ഫയൽ ഓപ്പൺ ചെയ്ത് പുതിയ ആളെ പ്രതിഷ്ഠിക്കുന്നു. ലോകത്തിലെവിടെ കേട്ടിട്ടുണ്ടോ ഇത്തരം സംവിധാനത്തെ കുറിച്ച്? ഇന്ത്യൻ CBI ഡയറക്ടറെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധ്യക്ഷൻ 6 വർഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാലാവധി കഴിഞ്ഞ് വീണ്ടും നീട്ടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇനി കാലാവധി കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ പുതിയൊരു തസ്തിക ഉണ്ടാക്കാൻ പോവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും CBIക്കും ഒരു പൊതു മിനിസ്ട്രി പൊതു പോസ്റ്റ് ഉണ്ടാക്കുക, അതിന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പോലൊരു സ്ഥാനം ഉണ്ടാക്കി സ്ഥാനമൊഴിയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിഷ്പക്ഷമായ എക്സിക്യൂട്ടീവ് നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനുകൾ നിഷ്പക്ഷമല്ലാതാകുന്നു. CBI നിഷ്പക്ഷമല്ലാതാകുന്നു. ED പോലെയുള്ള ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് എക്സിക്യൂട്ടീവിലുള്ള സ്ഥിതി? അപ്പോൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തൂണുകളിലേക്ക് നോക്കുമ്പോൾ ലെജിസ്ലേച്ചറിന്റെയും ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും സ്ഥിതി നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. 4ാമത്തെ പ്രധാനപ്പെട്ട തൂണായിരിക്കുന്നത് ജുഡീഷ്യൽ മാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് മീഡിയയെ കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രിന്റ് മീഡിയകളെല്ലാം തന്നെ കേരളത്തിലെ 1-2 മനോരമ അങ്ങനെ 1-2 പത്രങ്ങൾ ഒഴിച്ച് സുപ്രധാനമായ പ്രിന്റ് മീഡിയകളെല്ലാം തന്നെ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന അദാനിമാരോ അംബാനിമാരോ വാങ്ങിച്ചിരിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ടെലിവിഷൻ നെറ്റ്വർക്കായിരുന്ന NDTV ഇന്ന് ഉടമസ്ഥൻ അദാനിയാണ്. ന്യൂസ് 18 നെറ്റ്വർക്ക് അത് അംബാനിമാർ അത് മുഴുവൻ വാങ്ങിച്ചിരുന്നു. ഇപ്പൊ കേരളത്തിൽ ഏഷ്യാനെറ്റിന്റെ രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും പൂർണ്ണമായി തന്നെ ഭരണകക്ഷിയോട് അനുകൂലം നിൽക്കുന്ന കോർപ്പറേറ്റ് യൂണിയന്മാർ സ്വന്തമാക്കി കഴിഞ്ഞു. നമ്മൾ വാർത്ത കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് അനുകൂലമായ വാർത്തകൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുന്നു. മാധ്യമങ്ങൾ തുറന്നു നോക്കി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി അരുണാചൽ പ്രദേശിന്റെ
20,000-ഓളം സ്ക്വയർ കിലോമീറ്റർ ചൈന കീഴടക്കിയതിനെ പിടിച്ചെടുത്തതിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയാൽ ഇന്ത്യയിൽ ഒരു പ്രിന്റ് മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ വാർത്തകളില്ല. അദാനി ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കളെ കുറിച്ച് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നടങ്കം ചുടുവിലയ്ക്ക് വിൽക്കുന്ന BJP സർക്കാരിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയാൽ വാർത്തകളില്ല. പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ഇവർ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ സ്ഥിതി ലക്ഷക്കണക്കിന് വ്യാജ ട്വിറ്റർ ഹാൻഡിലുകൾ, വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ? രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടന്നതിന്റെ താഴെ വന്നു തുടങ്ങും പപ്പു 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 എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നുണപ്രചരണങ്ങൾ, നട്ടാൻ കൊടുക്കാത്ത നുണകൾ. അപ്പൊ തന്നെ അടുത്ത ഇടയില് BJPയുടെ ഒരു സെൽ വന്ന ഒന്നാണ്, ഒരു വാർത്തയാണ്. ബാബറിന്റെ ശവകുടീരം അഫ്ഗാനിസ്ഥാനിൽ. BJPയുടെ ട്വിറ്റർ ഹാൻഡിൽ പ്രസിദ്ധീകരിക്കാൻ പോവാണ്, വാർത്ത എഴുതുകയാണ്. നെഹ്റു ബാബറിന്റെ ശവകുടീരത്തിൽ പോയിരുന്നു, ഇന്ദിരാഗാന്ധി പോയിരുന്നു, രാഹുൽ ഗാന്ധി പോയിരുന്നു. ഇവർ ബാബറിന്റെ മുൻഗാമികളാണ്. ഇവരുടെ മുൻ തലമുറയിലെ ആളുകൾ കാശ്മീരിൽ നിന്ന് വന്ന കാശ്മീരി ബ്രാഹ്മണരല്ല. അവിടെയുള്ള ഒരു സംശയം നടക്കുന്നത് അതിൽ ബാബറിന്റെ ആളുകളുമായി ബന്ധമുള്ളവരായിരുന്നു. എന്നിട്ട് ലക്ഷക്കണക്കിന് ഹാൻഡിൽ ഇങ്ങനെ ഒരു കഥയെ പ്രചരിപ്പിക്കുക. ഞാൻ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വാട്സാപ്പ് പ്രസിൽ വീട്ടിലിരിക്കുന്ന അടുക്കളയിലിരിക്കുന്ന സ്ത്രീകൾ ഇപ്പോ TV കാണുന്നവർ അടുക്കളയിൽ പാചകം ചെയ്തതിനിടയിൽ പോലും വാട്സാപ്പ് നോക്കുന്ന ആളുകളാണ്. വ്യാജ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ചായ ഇടുന്നതിനിടയിൽ വാട്സാപ്പ് ഓൺ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന വീഡിയോസ് ഇത്തരം വ്യാജ വീഡിയോസ് ആണ്. ഒരു വീട്ടിൽ പോയിരുന്ന് നുണ പറയുന്നത് പോലെ ഇത്തരം വ്യാജ നുണകൾ തുടർച്ചയായി ലക്ഷക്കണക്കിന് വീഡിയോസ് പ്രചരിപ്പിക്കുന്നു. നെഹ്റു മോശക്കാരനായിരുന്നു, ഇന്ദിരാഗാന്ധി മോശക്കാരിയായിരുന്നു, പിന്നെ കോൺഗ്രസ് രാജ്യത്തിന്റെ ശത്രുക്കളാണ് തരത്തിലുള്ള വ്യാജ വീഡിയോസ് വലിയ പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രിന്റ് മീഡിയ അവർ പിടിച്ചെടുത്തു, അവരുടെ നിയന്ത്രണത്തിൽ. വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് അതും അവർ നിയന്ത്രിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇത്തരം വ്യാജ ഹാൻഡിലുകളിലൂടെ കോൺഗ്രസ് ഉൾപ്പെടെ അപകീർത്തിപ്പെടുന്ന പ്രചരണങ്ങൾ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ട് ഇങ്ങോട്ട് വരാനുന്നതിന് വേണ്ടി ഡൽഹിയിൽ അത്യാവശ്യം ഒരു മീറ്റിംഗിന്റെ കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ നമ്മൾ കയറാറുണ്ട്. ഞാൻ അത് നോക്കിയപ്പോൾ ഒരു പുസ്തകം ഇരിക്കുന്നു, കോൺഗ്രസ് ഇല്ലാതെ ഇഫ് കോൺഗ്രസ് വാസ് നോട്ട് ദെയർ എന്ന രീതിയിലാണ് ഹെഡിങ് പുസ്തകത്തിന്റെ പേര്. പുസ്തകം എഴുതിയിരിക്കുന്ന ആളിന്റെ പേര് പ്രിയം ഗാന്ധി മോഡി. ഒരു പുതിയ പേര്, പ്രിയം ഗാന്ധി മോഡി. പ്രിയം ഗാന്ധി മോഡി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്, കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം താമസിപ്പിച്ചതെന്ന് തുടങ്ങി കോൺഗ്രസിനെ ഇനി പറയാനൊന്നുമില്ല. ഇങ്ങോട്ട് നരസിംഹറാവുവിനെ ആക്ഷേപിക്കുന്നു, കോൺഗ്രസിന്റെ സാമ്പത്തിക ദൃഷ്ടാരങ്ങളെ തള്ളി പറയുന്നു, രാജ്യത്ത് നടന്ന അഴിമതികളുടെ എല്ലാ ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തെറി പറയാൻ വേണ്ടി ഒരു പുസ്തകം. അത് ഈ രാജ്യത്തിന്റെ എയർപോർട്ടുകളിലെ ഒരു പ്രധാന ഷെൽഫുകളിൽ നല്ല മനോഹരമായ ഒരു കവറോടുകൂടി ഇരിക്കുകയാണ്. ഈ കോൺഗ്രസ് ഈസ് നോട്ട് ദെയർ. പേരിലാണ് പ്രിയം ഗാന്ധി മോഡി. അപ്പൊ ഇതിങ്ങനെ പടച്ചുപിടിക്കുകയാണ്. പത്രങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പ്രസ്സുകളിലൂടെ, പ്രിന്റുകളിലൂടെ, ബുക്കുകളിലൂടെ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന തുടർ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെ ഒരു രാജ്യത്തെയാണ് നമുക്ക് കോൺഗ്രസിന്റെ കയ്യിലേക്ക് കിട്ടിയത്? 1947 നമ്മൾ രാജ്യത്തിലേക്ക് കോൺഗ്രസിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ ഒരു രാഷ്ട്രമായിരുന്നു. നമ്മളെ ഒരു കൊള്ളയടിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. ഇവിടെ ഭക്ഷ്യോത്പാദനമില്ല, ഇവിടെ വ്യവസായശാലകളില്ല, ഇവിടെ ഡാമുകളില്ല, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു രാജ്യം. ചണ്ടിയാക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുഴുവൻ സത്ത് മൂറ്റിയെടുത്ത കടം കൊണ്ട് പൊറുതിമുട്ട ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷാമം ബംഗാൾ ഫെമിയ എന്ന് പറയുന്ന ബംഗാൾ ക്ഷാമത്തിലൊക്കെ 10 ലക്ഷം മനുഷ്യരാണ് ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചത്. അങ്ങനെ ഒരു രാജ്യത്തെയാണ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് നൽകിയത്. അവിടെ നിന്ന് ജവഹർലാൽ നെഹ്റു തുടക്കം കുറിച്ചൊരു വികസന പ്രക്രിയ, ആസൂത്രണ പ്രക്രിയയിലൂടെ നമ്മുടെ ഈ രാജ്യത്താകണം വൻകിട ഡാമുകൾ നമ്മൾ സൃഷ്ടിച്ചു. രാജ്യത്ത് റെയിൽവേ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രാജ്യത്താകമാനം വ്യവസായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ നടത്തി. വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ നമ്മൾ കെട്ടിയുയർത്തി. ആകാശവാണിയും ദൂരദർശനും ISROയും VSSC നമ്മൾ സൃഷ്ടിച്ചു. ലോകത്തിന്റെ മാതൃകയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രാജ്യത്താകമാനം ഉണ്ടാക്കി. രാജ്യത്താകമാനം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വൻ നെറ്റ്വർക്ക് ഉണ്ടാക്കി. രാജ്യത്താകമാനം നീതിപൂർവ്വ വിതരണത്തിനപ്പുറത്ത് സമ്പത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
നരസിംഹറാവുവും ചിദംബരവും മൻമോഹൻ സിംഗും ചേർന്ന് ഇന്ത്യയെ ലിബറലൈസ് ചെയ്തു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുണ്ടാകും. ഇതെല്ലാം ഉണ്ടാക്കിയത് കോൺഗ്രസാണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കിയ വളർച്ചയുടെ ഒരു തുടർച്ചയായ ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു ചെറിയ ഒരു കടൽപ്പാലം ഉണ്ടാക്കിയാൽ പക്രാനന്ദനെ ഹിരാക്കുണ്ടും സൃഷ്ടിച്ച കോൺഗ്രസിനെ തെറി പറഞ്ഞൊരു മോഡിയുടെ ഒരു കടൽപ്പാലം എടുത്ത് ഇത് കണ്ടില്ല, ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ഇന്ത്യ ഇല്ലാതെയാകും. ആ സ്ഥാനത്ത് വരാൻ പോകുന്നത് മനുഷ്യർ തമ്മിൽ പരസ്പരം മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന, എല്ലാത്തിലും മതത്തിന്റെ ഐഡന്റിറ്റി ഉള്ള ഒരു രാഷ്ട്രം ഇവിടെ രൂപപ്പെടും. നേരെ ചൊവ്വേ ഒരു സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, എന്തിനേയും മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു പിന്തിരിപ്പൻ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിലുള്ള അത്തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറേണ്ടിവരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അത്തരം ഒരു രാഷ്ട്രമായി മാറേണ്ടവരല്ല ഇന്ത്യ. അത്തരം ഒരു ജനതയല്ല നമ്മൾ. നമുക്ക് എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ തുടരണം. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം തുടരണം. ആധുനിക ജനാധിപത്യ മൂല്യങ്ങളും ശാസ്ത്ര സത്യങ്ങളെയും തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാകുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യക്ക് തുടരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി ഈ രാജ്യത്ത് തിരികെ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുമെന്നാണ് സത്യം. ഇനിയിപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP പ്രചരണം നടത്തുന്നു. ഇന്ത്യ വിശ്വഗുരുവാണ്. സത്യം എന്താ? ഇന്ത്യ വിശ്വഗുരുവാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവാരം ഉണ്ടാകണ്ടേ? ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും ഇന്ന് പുതിയ ലോക ഇൻഡെക്സുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വർഗീയ സംഘർഷങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നതിനാൽ, ജാതി പീഡനങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നതിനാൽ ഇന്ത്യൻ സർവകലാശാലകളുടെ നിലവാരം മുൻകാലങ്ങളിലേക്കാണ് അങ്ങേയറ്റം താഴ്ത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ വിശ്വഗുരു എന്ന് പറയാൻ സാധിക്കുമോ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 121 രാഷ്ട്രങ്ങളിൽ 102 സ്ഥാനമായി നമ്മുടെ രാഷ്ട്രം പിന്നോട്ട് പോയി. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരമുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 134 സ്ഥാനമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്റഗ്രിറ്റി എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വളർച്ച എത്ര, രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ എത്ര, രാജ്യത്ത് ഓരോ കാര്യത്തിന്റെയും ശരാശരി കണക്ക് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് ഇത്തരം സ്ഥിരീകരണ കണക്കുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത്തരത്തിൽ പുറത്തുവരുന്ന കണക്കുകൾ വിശ്വാസ്യതയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെന്റിന് തോന്നുന്ന കണക്കുകൾ പുറത്തുവിടുക, ഗവൺമെന്റിന് ഇഷ്ടമുള്ള രീതിയിൽ കണക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ഇന്ത്യയെക്കുറിച്ച് ലോകരാഷ്ട്രത്തിന് മുമ്പിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്റഗ്രിറ്റി നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ അടുത്തിടെ വായിച്ചൊരു പുസ്തകം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാനമായ ഒരു സാഹചര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 2004 തെരഞ്ഞെടുപ്പ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP ആയിരുന്നു രാജ്യം ഭരിക്കുന്നത്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, 3 സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. BJP ജയിച്ചു. അപ്പൊ BJPയുടെ ക്യാമ്പയിൻ ആരംഭിച്ചു, ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ. അടൽ ബിഹാരി വാജ്പേയി BJP പറഞ്ഞു ഇന്ത്യ വളരുകയാണ്, ഇന്ത്യ ഷൈൻ ചെയ്യുകയാണ്, ഇന്ത്യ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പൊ രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു വീണ്ടും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും, BJP ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി, ഇന്ത്യ ഷൈനിങ് ആണ് സ്ഥിതി. 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും BJP ജയിച്ചു. വീണ്ടും BJP ജയിക്കാൻ പോകും. 2004 പരാജയം കുറിച്ചു നോക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രചരണ തന്ത്രങ്ങൾ തീരുമാനിച്ചു. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചു. എന്നിട്ട് വിവിധ ജനവിഭാഗങ്ങളുടെ അഭിപ്രായം എടുത്തു. എന്ന് ചോദിച്ചു, കർഷകർക്ക് വാജ്പേയി ഗവൺമെന്റിന്റെ ഭരണം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും? ഇപ്പൊ രാജ്യത്താകമാനം കർഷകരുടെ അഭിപ്രായം സ്വീകരിച്ചപ്പോൾ കർഷകർ പറഞ്ഞു കർഷക ആത്മഹത്യകൾ പെരുകി, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വളം സബ്സിഡി ഇല്ല, ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിത്ത് സബ്സിഡി ഇല്ല, ഞങ്ങൾക്ക് ഗുണമൊന്നും തന്നെ ഇല്ല. യുവാക്കളിലേക്ക് ചെന്നു. യുവാക്കളോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചെടുക്കുന്നു, നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? ചെറുപ്പക്കാർ കൊടുത്ത മറുപടി ഞങ്ങൾക്ക് തൊഴിലില്ല, ഞങ്ങൾക്ക് ഉണ്ടായ തൊഴിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് മെച്ചമില്ല. വീട്ടമ്മമാരോട് ചോദിച്ചു, നിങ്ങളുടെ വീടിന്റെ ബജറ്റിന്റെ സ്ഥിതി എന്താണ്?
സാധനങ്ങളുടെ വില കൂടിയോ? കൂടി. ഗ്യാസിന്റെ വില കൂടിയോ? കൂടി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയോ? കൂടി. കുടുംബ ബജറ്റിന്റെ സ്ഥിതി എന്താ? കുടുംബ ബജറ്റ് താളം തെറ്റിയിരിക്കുന്നു. ചെറുകിട കച്ചവടക്കാരോട് ചോദിച്ചു, അവര് പറഞ്ഞു ഞങ്ങളുടെ സ്ഥിതി മോശമാണ്. അപ്പൊ 2004 വാജ്പേയി ഇന്ത്യ ശൈലി ക്യാമ്പയിൻ തുടങ്ങിയപ്പോ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് കരുതിയ കോൺഗ്രസ് അന്ന് ജനങ്ങളിലേക്ക് ചോദിച്ച് ഓരോ ജനവിഭാഗങ്ങളുടെയും വികാരമെടുത്തപ്പോ കോൺഗ്രസിന് പിടികിട്ടി രാജ്യം യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിനപ്പുറത്ത് രാജ്യത്തെ ഒരു ജനവിഭാഗത്തിന്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ വാജ്പേയി ഗവൺമെന്റ് സാധിച്ചില്ല. കോൺഗ്രസ് ക്യാമ്പയിൻ അവിടെ വെച്ച് പുതിയ തരത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മളൊരു മുദ്രാവാക്യം ഉയർത്തി, കോൺഗ്രസ് കേസ് ഹാത്ത് ആം ആദ്മി കെ സാത്ത്. അത് നമുക്ക് എടുപ്പിടുന്ന നമ്മുടെ ആ ഒരു മുദ്രാവാക്യമാണ്. കോൺഗ്രസ് കെ ഹാത്ത് ആം ആദ്മി കെ സാത്ത് നമ്മുടെ അന്നത്തെ മുദ്രാവാക്യമായിരുന്നു. നമ്മൾ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഇന്ത്യ ശൈലിയൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തിക്കോട്ടെ. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ഓരോ വീട്ടമ്മമാരും ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓരോ ചെറുപ്പക്കാരും ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടി? കർഷകർ ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടി? പുതിയ ചെറുപ്പക്കാർക്ക് സ്വപ്നങ്ങളുണ്ടോ? ഇല്ല. ഈ ഒരു ക്യാമ്പയിൻ അതിശക്തമായി കോൺഗ്രസ് ആരംഭിച്ചപ്പോ നമ്മൾ കണ്ടത് അത്ഭുതങ്ങൾ സംഭവിച്ചതാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം കൊടുത്ത് ബിജെപിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടു. അടുത്ത 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസാണ്. ആ UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ആ UPA സർക്കാരിന്റെ കാലത്തിലാണ് ഭാരത് മാല, ഇന്ത്യയിലെ നഗരങ്ങളെ മുഴുവൻ ബന്ധപ്പെടുത്തുന്ന ദേശീയപാത പദ്ധതികൾ രാജ്യത്താകമാനം വന്നത്. എയർപോർട്ടുകൾ നവീകരിച്ച പദ്ധതി വന്നത്. ഭക്ഷ്യ സുരക്ഷാ നിയമം വന്നത്. രാജ്യത്തിന്റെ വിവരാവകാശ നിയമം വന്നത്. ഇന്ത്യയെ മാറ്റിമറിച്ച 10 വർഷക്കാലമായിരുന്നു. പിന്നീട് നമ്മൾ പരാജയപ്പെട്ടു. ഇന്ന് വീണ്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോ 2004 മുൻനിർത്തി നമ്മൾ ഓരോരുത്തരോട് ചോദിക്കണം, ചെറുപ്പക്കാരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് കിട്ടി? എന്താണ് നിങ്ങളുടെ അവസ്ഥ? നമ്മുടെ നാട്ടിലെ തന്നെ ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആൽഫ ജംഗ്ഷനാണെങ്കിലും നമ്മുടെ നാട്ടിൽ ആരെങ്കിലും നാട്ടിൽ നിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ? കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഇല്ലേ? ഈ കഴിഞ്ഞ 10 വർഷക്കാലമാണ് ഏറ്റവും കൂടുതൽ ആൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കാലം. അവിടെ നാട്ടിൽ നിൽക്കാൻ അവർക്ക് സമാധാനമില്ല. നേരെ സംസാരിക്കാൻ സമാധാനമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടങ്ങൾ നമ്മളെ തല്ലിക്കൊല്ലുമെന്നൊരു ഭയം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മാംസം വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി, കാരണം മല കയറി പശു ഗോ വിജിലാൻഡേഴ്സ് എന്നൊക്കെ പറയുന്ന സംഘങ്ങൾ വീട്ടിൽ കയറി നമ്മളെ ആക്രമിക്കുമെന്നുള്ള ഭയം. സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥ. 1 ലക്ഷത്തിൽ നിരവധി ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചു പോയി. നിരവധി ചെറുപ്പക്കാർ ഇന്ത്യയിൽ നിൽക്കാതെ എഞ്ചിനീയറിംഗ് പാസ്സാകുന്ന ഒരാൾക്ക് ഒരു അപ്രന്റീസായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു തൊഴിലില്ല. ഉണ്ടോ? കാനഡയിലേക്കോ ന്യൂസിലൻഡിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോകാൻ വേണ്ടി ഇന്ത്യൻ ചെറുപ്പക്കാരുടെ കാത്തിരിക്കും. അപ്പൊ ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും വലിയ അസംതൃപ്തിയുണ്ട്. നാഷണൽ സാമ്പത്തിക സർവേ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലാതെ നേടുന്ന നിരക്കിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. 8% അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഈ മോദി വിശ്വഗുരുവാണ് എന്ന് പറയുമ്പോൾ രാജ്യത്താകമാനം ഇന്ത്യയിലെ ചെറുപ്പക്കാരൻ അസംതൃപ്തിയിലൂടെ കടന്നുപോകുന്നു. ഏറ്റവും കൂടുതൽ മോബ് ലിഞ്ചിങ് നടക്കുന്ന, ആൾക്കൂട്ട ആക്രമണം നടക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പശുവിനെയോ കാളയോ പിടിച്ചുകൊണ്ട് പോകാൻ മനുഷ്യർക്ക് കാരണം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തിയവന്റെ മതം ചോദിച്ച് തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ട അക്രമങ്ങൾ നമ്മുടെ നാട്ടിലാകുമ്പോൾ വർദ്ധിക്കുന്ന സാധ്യത. കർഷകനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും കർഷകർക്ക് കൊടുത്ത വിത്ത് സബ്സിഡി ഇല്ല, വളം സബ്സിഡി ഇല്ല. കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതൽ പെരുകുന്നു. വീട്ടമ്മമാരെ സംബന്ധിച്ച് സാധനങ്ങളുടെ വില അങ്ങേറ്റം ഉയർന്നു. പാചകവാതക സബ്സിഡി ഉൾപ്പെടെ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ഇവർ കൊട്ടിഘോഷിക്കുന്ന ഈ പ്രചരണങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. നാം കുറച്ച് വിശ്വസിക്കാം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ ഉൾപ്പെടെ നമുക്കറിയാം. മണിപ്പൂർ പോലുള്ള സംസ്ഥാനത്തെ എങ്ങനെയാണ് ഇവർ നശിപ്പിച്ചത്? 118 ദിവസം ഒരു സംസ്ഥാനത്തെ കത്തിച്ചു, കൂട്ടക്കൊല നടത്തി. അനാർക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഒരു മതവിഭാഗത്തിൽ കുക്കി വംശജരായിരിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരെ ആർക്കും കൊല്ലാം. അവർ താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന് തീ വെക്കുന്നു. മെയ്തേ വിഭാഗം സംഘപരിവാറിന്റെ പിന്തുണയുള്ള അവരുടെ കയ്യിൽ തോക്കുകൾ, യന്ത്രത്തോക്കുകൾ, ബോംബുകൾ. ആ വീട്ടിലേക്ക് വരുന്നു, വീടിന് തീ വെക്കുന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, 10-300 പള്ളികൾക്ക് തീ വെക്കുന്നു. ആരും തടയാനില്ല, ആരും തടയാനില്ലാത്ത അവസ്ഥ. 118 ദിവസക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് പോലും വിമർശിച്ചില്ല. മണിപ്പൂരിൽ
അവിടുത്തെ ക്രമസമാധാനം നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടില്ല. എപ്പോഴാണ് അദ്ദേഹം ഒന്ന് വാദം വന്നത്? കുക്കി വംശജനായ ഒരു പട്ടാളക്കാരന്റെ ഇന്ത്യൻ സൈനികന്റെ ഭാര്യയെ കൂട്ടമാനഭംഗപ്പെടുത്തി, അവരെ വസ്ത്രാക്ഷരം സ്തുപ്പ് ചെയ്തു, അവരെ നടത്തി. അവരെ കുറിച്ചുള്ള വീഡിയോ, ആ വീഡിയോ പുറത്തു വന്നപ്പോ, അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ള വീഡിയോ പുറത്തു വന്ന് ലോകത്താകമാനം പ്രചരിക്കപ്പെട്ടപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടൊരു 4 മണിക്കൂർ കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലേ? ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ഇതാണ് നാടിന്റെ പൊതുസ്ഥിതി. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മണിപ്പൂരിലൂടെ തുടങ്ങിയിരിക്കുന്ന യാത്ര നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നതാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നൊരു ചോദ്യം, സ്ത്രീകളോട് നിങ്ങൾക്ക് എന്ത് കിട്ടി, കർഷകരോട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ചെറുകിട കച്ചവടക്കാരോട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ചോദ്യം തീർച്ചയായിട്ടും വർഗീയതയുടെ കാർമേഘങ്ങളെ മനുഷ്യന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മതത്തിനും ജാതിക്കും അപ്പുറത്ത് മനുഷ്യത്വം എന്നൊരു ഘടകം ഇന്ത്യൻ മനസ്സിൽ തിരികെ കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധി കഴിയും. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനാൽ നമുക്ക് ഓരോരുത്തരിനൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും വാക്കുകൾ കൊണ്ടുപോലും നമ്മൾ പ്രതിരോധിക്കേണ്ടത്. നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ചോദിക്കണം, എങ്ങനെയുള്ള ഇന്ത്യ ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ അവർ നോക്കുമ്പോ അവർ കണ്ടൊരു ഇന്ത്യ മൊബൈൽ ഫോൺ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അവർ നോക്കുമ്പോ അവർക്ക് റോഡുകൾ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് അവർ പുതിയ കാലത്തെ കാണുന്നത്. അതിനു മുമ്പ് ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്നു. ദരിദ്രനാരായണന്മാരുടെ ഒരു ഇന്ത്യ, ഒരു മുട്ടുസൂചി പോലും സ്വന്തമായി ഇല്ലാതിരുന്ന ഒരു ഇന്ത്യ, പട്ടിണി കിടന്ന ഒരു രാഷ്ട്രം, വ്യവസായശാലകളില്ലാത്ത, ഡാമുകളില്ലാത്ത, കൃഷിയിടങ്ങളില്ലാത്ത, ഭക്ഷ്യ സുരക്ഷയില്ലാത്ത, ട്രാൻസ്പെറന്റ് ഇല്ലാത്ത ഒരു ഇന്ത്യയെ, ആ ഇന്ത്യയിൽ നിന്നും പുരോഗതിയുടെ ഒരു രാഷ്ട്രമായി ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസാണ്, നെഹ്റുവാണ്, പട്ടേലാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, ഇന്ദിരാഗാന്ധിയാണ്, രാജീവ് ഗാന്ധിയാണ്, ഡോക്ടർ മൻമോഹൻ സിംഗാണ്. തീർച്ചയായും ഇത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വാക്കുകൾ കൊണ്ടുപോലും നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. സമാനമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. കേരളത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിൽ നരേന്ദ്രമോദിയാണെങ്കിൽ കേരളത്തിൽ മുണ്ടെടുത്ത മോഡിയാണ് ധരിക്കുന്നത്. എന്ത് ക്രിമിനലിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിഷേധിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അവകാശമല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ റൗലറ്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് അകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ പത്രമാരണ നിയമം നമ്മുടെ രാജ്യത്ത് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധിച്ചത് ബ്ലാക്ക് ഡേ ആയി ആചരിക്കാൻ പറഞ്ഞതാണ്. അന്ന് രാജ്യത്തുള്ള കറുത്ത തുണികൾ കോൺഗ്രസുകാരെ വീശി, ബ്രിട്ടീഷുകാരെ വീശി. അപ്പൊ ലോക ചരിത്രത്തിലും ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമാണ് കരിങ്കൊടി പ്രകടനങ്ങൾ. ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോർജ് ഡബ്ല്യു ബുഷ് വൈറ്റ് ഹൌസിൽ പത്രസമ്മേളനം നടത്തിയപ്പോ അറബ് വംശജനായ പത്രപ്രവർത്തകന് കറുത്ത തുണി വീശി കറുത്ത ഷൂ എടുത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. ലോകത്താകമാനം അങ്ങേറ്റം പ്രശംസിക്കപ്പെട്ട ഒരു പ്രതിഷേധ രീതിയായിരുന്നു. കാരണം വേറെ ഒന്നും കഴിയാത്ത നിസ്സഹായരായ മനുഷ്യർ, ബോംബാക്രമണങ്ങളിൽ ശിഥിലമാകുന്ന മനുഷ്യർ, അവർ പ്രതിഷേധത്തിന്റെ സൂചനയായ ഒരു കറുത്ത തുണി കാശിയപ്പോ നമുക്കതിന്റെ ജനാധിപത്യ ബോധം നമുക്ക് മനസ്സിലായി. ചിദംബരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു സിഖ് പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ നേരെ ഷൂ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI വസ്തുനിഷ്ഠമായി പെരുമാറുന്നില്ല, നീതിപൂർവ്വം പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ CBIയുടെ ചുമതലയുള്ള മന്ത്രിയാണ്, എന്റെ പ്രതിഷേധമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ജർമേൽ സിംഗ് തന്റെ ഷൂ എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. ചിദംബരം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന CBIയുടെ ചുമതല എനിക്കല്ല, അത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ചുമതലയിലാണ്. പക്ഷേ എങ്കിൽ നിങ്ങളുടെ പ്രതിഷേധത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഷൂ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് നേരെ എഴുതിയപ്പെട്ട ഷൂവിന്റെ പേരിൽ ഒരു കേസ് എടുക്കപ്പെട്ടില്ല. പത്രപ്രവർത്തകനെ സ്വതന്ത്രനാക്കി നമ്മൾ കണ്ടു. അപ്പൊ പ്രതിഷേധം എന്നത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ്. ലോകത്ത് ഏത് കാലഘട്ടത്തിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലും എല്ലാം ഈ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഒരു കറുത്ത തുണി വീശി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ചെറുപ്പക്കാരെ അടിച്ച് കൊല്ലാതാക്കുക, അവരുടെ തലയിൽ ഹെൽമറ്റ് കൊണ്ട് തല്ലി കൊല്ലുക, കൊല്ലുന്നതെന്നും അവരെ ഭീകരമായി അവരെ നിസ്തേജരാക്കുക, ചെടിച്ചിട്ടിയുടെ തലയിടിച്ച് പൊട്ടിക്കുക. മുഖ്യമന്ത്രി ഒരു ചെറു ജീവിയോട് അതിനെ ആസ്വദിക്കുക. എന്നിട്ട് യോഗത്തിൽ പറയുകയാണ് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവിടെ നടന്നത്, തുടരണം. ഇതൊരു മാനസിക രോഗിയാണെന്ന സംശയത്തെ പറയാൻ സാധിക്കും. ഇതൊരു സൈക്കോയാണ്. ചോര കണ്ടു കഴിഞ്ഞാൽ മറ്റ മനുഷ്യനെ തല്ലി കൊല്ലാതാക്കി ചെറു ചിരിയോടുകൂടി ജീവരക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കേണ്ട സമയം കേരളത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. കൊള്ളയിൽ നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടുന്ന റിപ്പോർട്ടുകൾ മകളും മകനുമെല്ലാം തട്ടിയിലും വെട്ടിയിലുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
പണ്ട് സ്വാശ്രയ കോളേജിന്റെ സമരം നടന്നു. സ്വാശ്രയ കോളേജിൽ ആരംഭിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമാണ്. അവർ സ്വാശ്രയ കോളേജ് കേരളത്തിൽ ആരംഭിക്കുന്നത്. പരിഹാരത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കി, വെടിവെപ്പുണ്ടാക്കി 5 ചെറുപ്പക്കാർ മരിച്ചു. പുഷ്പൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരന് നട്ടലിലൂടെ വെടിയുണ്ട കടന്നുപോയി. ആ ചെറുപ്പക്കാരൻ തളർന്നു വീണ് ഇപ്പോഴും മൃതപ്രായനായി കിടക്കുന്നു. സ്വാശ്രയ കോളേജിനെതിരാണ് സമരമാണ്. സ്വാശ്രയ കോളേജിൽ ഈ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പഠിച്ചവിടെയാണ്. വീണ വിജയൻ പഠിച്ചത് സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വീണ വിജയൻ എന്ന് പഠിപ്പിക്കാൻ വിട്ടത്. മകനെ വിട്ടത് മകന്റെ ഒരു വിവേക് കിരണ് വിട്ടത് അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ബിസിനസ് സ്കൂളിലേക്കാണ്, വിദേശത്തേക്കാണ് പഠിച്ചത്. ഇവിടെ പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരനെയും ചെറുപ്പക്കാരനെയും അടികൊള്ളാനും വെടികൊള്ളാനും പറഞ്ഞുവിട്ട് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ മകളെ വിട്ടത് അമൃതയിലും മകനെ വിട്ടത് ബിസിനസ് സ്കൂൾ, വിദേശത്തെ ബിസിനസ് സ്കൂളിലുമാണ്. അന്ന് തുടങ്ങിയ കാവ്യമാണ്. ഇതിപ്പോ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കേന്ദ്ര പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക എത്ര കോടി രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് അക്കൗണ്ടിലേക്ക്. എക്സാലോജിക്കയുടെ നേരിട്ടുള്ള അക്കൗണ്ട് കൂടാതെ വീണ വിജയൻ, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വീണയുടെ അക്കൗണ്ടിലേക്കും പണം വന്നു. ഇതിനെക്കുറിച്ച് മാത്യു കുഴനാടൻ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മാത്യുവിനെതിരെ നടത്തിയ ഏർപ്പാടുകളൊന്നും കണ്ടതല്ല. ഇപ്പൊ ഓരോ ദിവസവും റിപ്പോർട്ട് കൂടി കൈക്കൂലിയാണെന്ന് കൃത്യമായി ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് വിധിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ടാക്സ് മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് അപ്പറേറ്റ് ബോർഡ് വിധിച്ചു ഇത് കൈക്കൂലിയാണ്. ഒരു സേവനം ചെയ്തു കൊടുത്തിട്ടില്ല. CMR എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചപ്പോ എന്താണ് വീണ വിജയൻ നിങ്ങൾക്ക് നൽകിയ സേവനം ചോദിച്ചപ്പോൾ ഒരു സേവനമില്ല. സോഫ്റ്റ്വെയർ എക്സലും വേർഡും ഒക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം. അത് വീണ വിജയൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനാണ് 2 കോടി രൂപ. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരിക്കും ന്യായീകരണ തൊഴിലാളികൾ ചാനൽ പറഞ്ഞത് ഞങ്ങളുടെ വീണ വേർഡ് കൊടുത്തില്ലേ, ഞങ്ങളുടെ വീണ എക്സൽ കൊടുത്തില്ലേ. പണ്ട് ഈ ലോകത്തെ നിയമത്തിന്റെ കാലടിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ കളിപ്പിച്ച് കാശ് മേടിക്കുന്നത് പോലെ പണ്ട് വീട്ടുകളിൽ കുട്ടികൾ പണ്ട് പറയാറുണ്ട് ലോകത്തെ നിയമത്തിലെ കാലടിഞ്ഞുകൊണ്ട് ഫൈൻ തരണമെന്ന് പറയുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം വിഡ്ഢികളും വിവരദോഷികളുമായ ന്യായീകരണ തൊഴിലാളികൾ കയറിയിരുന്ന് പറയുന്നത് വീണ വേർഡ് കൊടുത്തില്ലേ, എക്സൽ കൊടുത്തില്ലേ, അതിനാണ് 2 കോടി രൂപ കൊടുത്തത്. ഈ പണമൊക്കെ വാങ്ങുന്നത് നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്ന പണമാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലെ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വെളുപ്പാകാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യും. എന്നാണ് ചെയ്തത് തെറ്റ്. BJPയും CPM തമ്മിൽ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പേരിൽ കുഴൽപ്പണം കേസുണ്ട്. 10-37 കേസ് വേറെയുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വെളുപ്പാകാലത്ത് 5:30 മണിക്ക് അറസ്റ്റ് ചെയ്യുക. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയും. ഞങ്ങളാണ് BJPക്കെതിരെ ഏറ്റവും നിലപാടെടുക്കുന്നതെന്ന് പറയുന്നു. ഒരു ധവള പത്രം പോലും സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ കേന്ദ്ര സർക്കാർ കൊടുക്കാതിരിക്കുന്ന ഗ്രാന്റുകളെക്കുറിച്ചോ ഒരു ധവള പത്രം പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. നരേന്ദ്രമോദി ഏറ്റവും വലിയ എതിരാളികൾ തങ്ങളാണെന്ന് പറയുന്ന CPM കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ പിണറായി വിജയന്റെ ലിപ്പ് നമ്മൾ കണ്ടതല്ലേ. എയർപോർട്ടിൽ പണ്ട് അടൂർ ഗോപാലകൃഷ്ണന് വിധേയൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന ജന്മിക്ക് മുമ്പിൽ തൊമ്മി എന്ന് പറയുന്ന വിധേയം നിൽക്കുന്നത് പോലെ പിണറായി തൊമ്മി ഭാസ്കര പട്ടേൽ കൊണ്ട് ഈ മോഡി പട്ടേലിന് മുമ്പിൽ നിൽക്കുന്ന ലിപ്പ് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തൊഴുതു പിടിച്ചു നിൽക്കുക. കാരണം ഭയമാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, ലൈഫ് തട്ടിപ്പിൽ ലൈഫിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്യും. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ടേ? നമുക്ക് മനസ്സിലാകാത്ത കാര്യം 21 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടപെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനെതിരെ കേസ്. ശിവശങ്കരൻ ജയിലിൽ പോകും. മുഖ്യമന്ത്രിക്കെതിരെ കേസില്ല. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ശിവശങ്കരൻ അറസ്റ്റ് ചെയ്യും. എന്നാൽ ശിവശങ്കരന്റെ മുതലാളിയായ പിണറായി വിജയനില്ല. പറ്റാത്തത് അപ്പൊ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ച് അവർക്കറിയാം കേരളത്തിൽ BJPക്ക് സ്കോപ്പില്ല. അപ്പൊ അവർ ഏറ്റവും വലിയ കൂട്ടാളികളെ കണക്കാക്കിയിരുന്ന CPM-നെയാണ്. അവർ നോക്കുമ്പോൾ അഴിമതിക്കാരനായ ഒരു വ്യക്തി മുഖ്യമന്ത്രി, അക്രമിയായ ഒരു വ്യക്തി, സ്വർണ്ണ കള്ളക്കടത്തും ലൈഫ് തട്ടിപ്പിലും എക്സാലോജിക്ക തട്ടിപ്പിലും ഒക്കെ പ്രതിയായി നിൽക്കുന്നവരാണ്. ലാവ്ലിൻ കേസിൽ പ്രതിയായിരിക്കുന്നവരാണ്. ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ല. അയാളെ ശക്തിപ്പെടുത്തുക, അയാളെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ഉറപ്പിക്കുക.
പറ്റുന്നിടത്ത് CPM വോട്ട് പോകുന്നത്. ഇതാണ് BJP ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തന്നെ അയോധ്യ പ്രശ്നം നമുക്കറിയാം. BJP രാഷ്ട്രീയം അവരെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അയോധ്യയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമ്മുടെ രാജ്യത്തോട് ചെയ്തൊരു വഞ്ചനയുടെ ചരിത്രം നമുക്ക് ബോധ്യപ്പെട്ടു. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന സീറ്റിന്റെ എണ്ണം 2 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഗ്വാളിയോർ ലോക്സഭാ മണ്ഡലത്തിൽ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ കോൺഗ്രസ് യുവനേതാവായിരുന്ന മാധവറാവ് സിന്ധ്യയ്ക്ക് മുന്നിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. 2 സീറ്റ് മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. 989 5 വർഷം രാജീവ് ഗാന്ധി ഭരിച്ച് 989 തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ BJP വർഗീയ പ്രീണനത്തിന് വേണ്ടി, മനുഷ്യനെ വിഭജിപ്പിക്കാൻ വേണ്ടി രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ദേശീയ മുന്നണി രൂപീകരിക്കപ്പെട്ടു. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി VP സിംഗിനെ മുൻനിർത്തി. VP സിംഗിന്റെ ദേശീയ മുന്നണിയുടെ ഒരു ഭാഗത്ത് പിന്തുണ കൊടുക്കാൻ നിന്നത് അദ്വാനിയും വാജ്പേയി, അപ്പുറത്ത് നിന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തും EMS നമ്പൂതിരിപ്പാടും പൊതു സ്ഥാനാർത്ഥികളായിരുന്നു. അയോധ്യയിൽ നിൽക്കുന്ന, അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേര് വിത്രാസൻ യാദവ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് അന്നത്തെ വിനയ് ഖത്രി. എനിക്ക് പേര് കൃത്യമായി ഓർമ്മ വരുന്നില്ല. വിനയ് ഖത്രി എന്നാണ് പേര്. ഇപ്പൊ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നയാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വിത്രാസൻ യാദവ്, BJP സ്ഥാനാർത്ഥി ആയാലും BJP സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും കത്തി നിൽക്കുന്ന സമയത്ത് അയോധ്യ ലോക്സഭാ മണ്ഡലത്തിൽ, ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്കും CPMനും ഒറ്റ സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മിത്രാസൻ യാദവ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ജയിച്ചു വന്നത് മിത്രാസൻ യാദവ് എന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. 2 സീറ്റുണ്ടായിരുന്ന BJPക്ക് നേരെ 85 സീറ്റായി. പിന്നീട് ഇങ്ങോട്ട് വളർന്ന ചരിത്രം നമുക്കറിയാം. അപ്പൊ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ ചരിത്രത്തിൽ വിസ്മൃതമായി കിടന്ന കേവലം 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് പുതുജീവൻ നൽകി രാജ്യത്ത് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കുടപിടിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നിർണായകമായ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാം. നമ്മൾ പോരാടുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടം മുന്നോട്ട് പോവുകയാണ്. രക്തവും വിയർപ്പും കണ്ണീരും ഒഴുക്കിക്കൊണ്ട് കാരാഗ്രഹങ്ങളിൽ കിടന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്യുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രവാസി സമൂഹത്തിന്റെ പരിപൂർണമായ പിന്തുണ അവർക്ക് അക്കാര്യത്തിൽ വേണം. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം കരിപ്പിടിക്കുന്നതിനിടയിലും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെ സ്മരിച്ചുകൊണ്ട് ആധുനിക കേരളത്തിന്റെ ശില്പികളായ നിങ്ങൾ ഭാവിയിൽ നമുക്ക് ഈ രാജ്യത്തിന്റെയും ഭാവി ഭാരതത്തിന്റെയും ഇന്ത്യയുടെയും ശില്പികളായി കൂടി നമുക്ക് മാറേണ്ടത്. നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ വരാൻ വേണ്ടി തന്നെ ഇവിടെ ഞാൻ വരാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു ഫോളോ അപ്പ് വളരെ വലുതായിരുന്നു. ശ്രീ ജലീൽ പദാർത്ഥപ്പെടുത്തി അദ്ദേഹത്തിന്റെ മകനെയാണ് ഇതിലേക്ക് വരുന്നുള്ള കാര്യത്തിനോട് ചുമതലപ്പെടുത്തിയത്. ആദ്യമെന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ പിന്നാലെ നടത്തിയ ഫോളോ അപ്പ് വളരെ വലുതാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ വീട്ടിൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുന്നു.